വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരിടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ. കർത്താവ് യേശു മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും അവരുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. യേശുവിനെക്കുറിച്ച് നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവാണ്. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനികളല്ലാത്ത മറ്റുള്ളവർ പോലും സമൂഹത്തിൽ വളരെ അംഗീകരിക്കപ്പെട്ട വ്യക്തികൾ യേശുവിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ശരിക്കും യേശുക്രിസ്തുവിനെ പോലെ ഒരു ഗുരുവിനെ അവർ ഒരിക്കലും കണ്ടിട്ടില്ല. കാരണം എല്ലാ ഗുരുക്കന്മാരും തങ്ങളുടെ ശിഷ്യരെ കൊണ്ട് ഗുരുക്കന്മാരുടെ കാല് കഴിച്ചിട്ടേ ഉള്ളൂ. ഈ ഗുരു മാത്രം അവൻ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയാണ്. എന്തൊരു വ്യത്യസ്തതയാണ് യേശുവാകുന്ന ഗുരുവിലുള്ളത്. സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുന്നു. പാപിനിയായ സ്ത്രീ അവൾ യേശുവിനെ കണ്ടപ്പോൾ അവൾ തൻ്റെ കണ്ണീരുകൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകി തുടച്ചു. ഞാനായിരുന്നു അവനെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഹൃദയം പിളർന്ന് ഹൃദയരക്തമെടുത്ത് അവൻ്റെ പാദങ്ങൾ കഴുകിയനെ. എന്തുകൊണ്ടാണ് ഇത്രയേറെ മനുഷ്യർ യേശുവിനെ സ്നേഹിക്കുന്നതും ആഴത്തിൽ യേശുവിനെ ബഹുമാനിക്കുന്നതും ആരാധിക്കുന്നതും? അതിൻ്റെ കാരണം യേശു വ്യത്യസ്തത പുലർത്തിയ ഒരു ഗുരുവാണ്. സാധാരണ ഗുരുക്കന്മാരുടെ അടുത്തേക്കാണ് ശിഷ്യന്മാരും ജനങ്ങളുമൊക്കെ വരുന്നത്. യേശുവാകുന്ന മഹാഗുരു ഒരിടത്തിരുന്ന് മനുഷ്യരെ ഇങ്ങനെ ആകർഷിച്ച ഒരു ഗുരു മാത്രമല്ല. അങ്ങനെ യേശുവിൻ്റെ അടുക്കലേക്ക് എത്രയോ പേര് വരുന്നതായി സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരിടത്ത് ഇരുന്ന് തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്ന, ജനങ്ങളെ ആകർഷിക്കുന്ന, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഒരു ഗുരു മാത്രമല്ല, മറിച്ച് അവരുടെ ഗ്രാമങ്ങളിലേക്കും അവരുടെ പട്ടണങ്ങളിലേക്കും അവരായിരിക്കുന്ന ഇടങ്ങളിലേക്കും കയറി ചെല്ലുന്ന ഒരു ഗുരുവാണ്. തൻ്റെ അടുത്തേക്ക് വരാൻ ഇഷ്ടപ്പെടാത്ത അവരുടെ അടുത്തേക്ക് പോലും യേശു അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. പിശാച് ബാധിതൻ്റെ അടുത്തേക്ക് യേശു ചെല്ലുമ്പോൾ അവൻ ഇപ്രകാരമാണ് അലറി ചോദിക്കുന്നത്, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെ വെറുതെ വിട്ടേക്കൂ, എന്നെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്നവരോട് പോലും യേശു അങ്ങോട്ട് കയറി അവനെ സുഖപ്പെടുത്തുന്ന മനോഭാവം. തന്നെ അന്വേഷിച്ച് വരുന്നവരെ മാത്രമല്ല, തന്നെ ആവശ്യമില്ല എന്ന് പറയുന്നവരുടെ അടുത്തേക്കും ചെന്ന് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഒരു ഗുരു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ യേശു സമറിയാക്കാരിയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത്, നട്ടുച്ചയ്ക്ക് ആരും വെള്ളം കോരാൻ വരാത്ത സമയത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ ഒറ്റയ്ക്ക് തൻ്റെ കൃത്യം നിർവഹിക്കാനായിട്ട് ഈ കിണറ്റിൻകരയിലേക്ക് വരുന്ന പെൺകുട്ടിയെ യേശു കണ്ടുമുട്ടുന്നുണ്ട്.
അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കണ്ടുമുട്ടൽ. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഇടത്ത് വച്ച് യേശു അവളുമായി കണ്ടുമുട്ടുകയും സംസാരിക്കുകയും അവളെ ആ പാപജീവിതത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്യുകയാണ്. ഇതാണ് യേശുവിൻ്റെ വലിയ ഗുണങ്ങളിലൊന്ന്. ഇവിടെ വീണ്ടും യേശു പറയുകയാണ്, അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി തൻ്റെ അടുത്തേക്ക് വരുന്ന ജനത്തിൻ്റെ മേൽ അവൻ അനുകമ്പ തോന്നി. അനുകമ്പയുള്ള ഒരു ഗുരു. അറിവും ജ്ഞാനവും മാത്രമല്ല, സാധാരണ അറിവ് കൂടുന്തോറും അഹങ്കാരമാണ് കൂടുന്നത്. കരുണയും അനുകമ്പയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും വലിയ വലിയ മനുഷ്യരാകുമ്പോൾ. പക്ഷേ ഇവിടെ യേശുവിൽ അനുകമ്പ നിറഞ്ഞു നിൽക്കുകയാണ്. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ നിസ്സഹായരായിരുന്നു എന്നാണ് യേശു പറയുക. അവർക്ക് വേണ്ടി താൻ എത്ര അധ്വാനിച്ചിട്ട് തിരിച്ചു വന്ന് വിശ്രമിക്കാൻ വരുമ്പോഴും മറ്റൊരാൾ ആവശ്യം തേടി വരുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വെൺപൽ കൊള്ളുന്ന ഈശോ, അനുകമ്പയുള്ള ഈശോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുകമ്പ ഉണ്ടാകണം. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ നിസ്സഹായരും ആയിരുന്നു. ഇടയൻ ആരാണ്? യഥാർത്ഥ ഇടയൻ. യേശു തന്നെ പറയണം, ഞാനാണ് നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. യേശുവാകുന്ന ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ കൊടുക്കുന്ന ഒരു ഇടയനാണ്. നാം മനുഷ്യരെ സ്നേഹിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളവർക്ക് അനേകരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ അനുഗ്രഹിക്കാനും അവരെ വീണ്ടെടുക്കാനും അവരെ സുഖപ്പെടുത്താനും ഒക്കെ കഴിയുകയുള്ളൂ. അനുകമ്പയും കൃപയും ഒന്നുമില്ലാത്തവർക്ക് ആരെയും സഹായിക്കാനോ ആരെയും ഉദ്ധരിക്കാനോ ആരെയും വീണ്ടെടുക്കാനോ സാധിക്കുകയില്ല. യേശുവിന് ഇപ്രകാരമൊക്കെ കഴിഞ്ഞത് യേശുവിൽ അനുകമ്പയും സ്നേഹവും കരുതലും കരുണയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആവോളം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. ദൈവീകമായ ക്വാളിറ്റിയുള്ളവർക്കാണ് അനേകരെ സുഖപ്പെടുത്താൻ കഴിയുക, അനേകരെ മുറിവുകൾ വച്ച് കെട്ടാൻ കഴിയുക, അനേകരെ ഉദ്ധരിക്കാൻ കഴിയുക, അനേകരെ വീണ്ടെടുക്കാൻ കഴിയുക. നമുക്കും യേശുവിനെ പോലെ അനുകമ്പയുള്ളവരും ദൈവീകമായ അഭിഷേകമുള്ളവരും ഒക്കെ ആകാനായിട്ട് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.